ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കാത്ത ഹോട്ടലിലേക്കാണോടാ 25 കിലോമീറ്റർ വണ്ടി ഓടിച്ച് കൂട്ടിക്കൊണ്ടുവന്നത്. ഈ ആഴ്ചയിൽ ഇപ്പൊ 4ാമത്തെ പാർട്ടിയാ, നിങ്ങൾക്ക് അറിയാവോ? ആ ചീത്തു എടാ മണ്ട, അവൻ മറ്റേ പാർട്ടിയെ പറ്റിയാടാ പറഞ്ഞത്. നിനക്കൊന്നും ഒരു വിവരമില്ലാണ്ട് പോയല്ലോ. എടാ സൂരജെ, നമ്മുടെ കൂടെ ഉള്ള ആരെങ്കിലും ഒരു ഷർട്ട് വാങ്ങിയാലോ പാന്റ് വാങ്ങിയാലോ, എന്തിന് ഒരു ജെട്ടി വാങ്ങിയാൽ പോലും പാർട്ടി വേണോടാ. ഇത് കൊള്ളാലോ. ഇപ്പൊ തൊട്ടേനും പിടിച്ചനൊക്കെ പാർട്ടി നടത്താൻ പോ. ഇന്നിവിടെ നടക്കുന്ന പാർട്ടിക്ക് സത്യത്തിൽ താങ്ക്സ് പറയേണ്ടത് പ്രിയോടാ. എന്തിന്? ഹോട്ടലിലെ വെള്ളയണോ? സോറിടാ. ബേരു കമ്മിയർ. വരുന്നു സാർ. സാർ വേറെന്തെങ്കിലും? ഒരു 50 രൂപ കടന്നു തരുമോ? നിങ്ങളെ സ്ഥലം ഏതാ? കാക്കനാട. നിങ്ങളോ? ഊളമ്പാറ. ചുമ്മാ ഇരിക്കടാ. വേറെന്താ വേണ്ട? എനിക്ക് തൃപ്തിയായി. ബില്ല് കൊടുത്തേക്ക്. സൂരജ് ദേ അവിടെ പ്രിയ ഇരിക്കുന്നടാ. എന്താണ് പ്രിയ? അങ്ങോട്ട് നോക്ക്. സ്വന്തം തന്ത നിൽക്കുന്നു പറഞ്ഞാൽ നോക്കൂല. പെണ്ണെന്ന് പറയുമ്പോ ടക്കയും തിരിഞ്ഞു. ഒരു തമാശ പറഞ്ഞല്ലേ. ഓവറാക്കല്ലേ. അന്നേരം ഞാൻ നിന്നോടൊക്കെ പറഞ്ഞതല്ലേ. സുരേഷ് ഐ ലവ് യു എന്ന് പറഞ്ഞപ്പോ നീ ഓക്കെ പറഞ്ഞോ? ഇല്ലടി. എന്നാ വേഗം പറഞ്ഞേക്ക്. നീ ഐസ്ക്രീം പറഞ്ഞു? ഞാൻ പറഞ്ഞില്ല. ഞാനും പറഞ്ഞില്ല. പിന്നെന്തിനാ കൊണ്ടുവന്നേ? ആരാ ഓർഡർ ചെയ്തേ? ഹായ്, ഞാനാ ഓർഡർ ചെയ്തത്. ഏയ് കഴിക്കാതെ. നിനക്ക് വേണ്ട നീ കഴിക്കണ്ട. സൂരജ് വാങ്ങിച്ചെന്നാ ഞാൻ കഴിക്കും. ഹലോ, ഐസ്ക്രീം എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്, അടിപൊളി. ഇവക്ക് നിന്നെ ഇഷ്ടമാണ്. ഈ മാഡം കഴിച്ചില്ലേ? അവക്ക് കഴിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ ഭയങ്കര ഗമ കാണിക്കുക. ഡി ഷട്ട് അപ്പ്. ഹലോ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഐസ്ക്രീം വാങ്ങി തരണോന്ന് ഞങ്ങൾ നിങ്ങളോട് ചോദിച്ചോ? ചോദിക്കാൻ വാങ്ങിച്ചു തന്നല്ലോ. മനസ്സിലായില്ലേ? ഈ ട്രീറ്റ് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടിയാ. ഇവര് കമ്പൽ ചെയ്തോണ്ട് ഇവർക്ക് ആദ്യം വാങ്ങിച്ചു കൊടുക്കേണ്ടി വന്നു. വേറൊന്നല്ല, ഇന്നലെ നിങ്ങൾ ആളെ വിട്ട് തല്ലിച്ചപ്പോ എന്റെ ബൈക്ക് പോയി. ബൈക്ക് പോയപ്പോ എന്റെ ചേട്ടൻ ഒരു കാർ മേടിച്ചു തന്നു. ശരിക്കും ഈ കാർ മേടിച്ചു തരാനൊരു കാരണം നിങ്ങളാണല്ലോ. അതുകൊണ്ടൊരു ട്രീറ്റ് തരാന്ന് വിചാരിച്ചു. പ്രതീക്ഷ പോലെ തന്നെ നിങ്ങൾ ഇവിടെ വരികയും ചെയ്തു. ദാറ്റ്സ് ഓൾ. കണ്ടാ തോന്നത്തില്ല, ഇവന്റെ തലയ്ക്ക് നല്ല സുഖമില്ലെന്ന് തോന്നുന്നു. ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ ട്രീറ്റ് എന്തിനാന്ന്. എടി മതി, എഴുന്നേറ്റ് വാ. ബേരാ ബില്ല് കൊണ്ടുവാ. ബില്ലെല്ലാം പേ ചെയ്തു മാഡം. ആര്? ഈ സാർ. അയ്യോ ഞാനല്ലേ ഇവനെ കൊടുത്തത്. അയ്യോ ഞാനല്ലെന്ന് പറഞ്ഞില്ലേ. ഹലോ മാഡം, അതെന്റെ കാറാ. ഇപ്പൊ ട്രീറ്റ് കിട്ടിയില്ലേ? അത് ഈ കാറിന്റെ പേരില്ല. കളർ കോമ്പിനേഷൻ എങ്ങനെയുണ്ട്? നന്നുണ്ടല്ലേ? സോറി. കാർ ആരുടെ എന്താന്ന് നോക്കാണ്ട് വന്ന ഉടനെയാണ് കേറുവാണ്. ആഹാ, എന്താടത്? എന്താ ബ്രേക്ക് കൂട്ടിയോ? അതല്ലടാ, കാശ്. കാശോ? ഹലോ, നിങ്ങൾ കഴിച്ച ആഹാരത്തിന്റെ പൈസയും കൂടി ഉണ്ട് അതില്. ബാക്കിയുണ്ടെങ്കിൽ പുതിയ കാറിന് പെട്രോൾ അടിച്ചോ. എന്താ പോരെങ്കിൽ ചോദിച്ചോ. എടാ, അവളുടെ ഈ ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്കിഷ്ടപ്പെട്ടില്ല. നമ്മൾ അവക്കിട്ട് പണി കൊടുക്കാൻ നോക്കിയപ്പോ അവള് നമുക്കിട്ട് പണിതിട്ട് പോയി കണ്ടില്ലേ? എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നീ വണ്ടി കയറാ. ശരിടാ. എന്താ സൂര്യത്, മാജിന്റെ വില എന്താന്ന് ചോദിക്കാതെ പോലും പാക്ക് ചെയ്യാൻ പറയും. എന്താമ്മേ, ചേട്ടന് വേണ്ടിയല്ലേ? വില നോക്കണോ എന്ന് വെച്ച് ലജ്ജാവതിയേ നിന്റെ അങ്ങോട്ട് നോക്കി. കലക്ടർ പറഞ്ഞ ആളല്ലേ ഇത്? ശരിയാണല്ലോടാ, അവൻ തന്നെയാണല്ലോ ആള്. അന്ന് ഇവനെ അടിച്ചത് ശരിയായില്ലെന്ന് പറഞ്ഞ് കളക്ടർ ആകെ ഫീലിംഗിലായിരുന്നു, അറിയോ? അതുകൊണ്ട് ചിക്കലി കുറഞ്ഞു പോയി. ഇന്ന് ശരിക്ക് അടി കൊടുത്തു കഴിഞ്ഞാൽ ചിക്കലിങ് വരില്ലേ നമ്മുടെ കയ്യില്? എന്ത് പറയുന്നു? എങ്ങനെയാ ആശാനെ വെറുതെ അടിക്കുന്നത്? നീ മലയാള സിനിമ കണ്ടിട്ടില്ലേ? അതായത് ഒരു സുന്ദരി പെണ്ണിന്റെ കയ്യെ പിടിക്കുമ്പോ ഹീറോ ചാടിങ് വരും. അതുകൊണ്ട് നമുക്ക് ഇപ്പൊ അങ്ങനെ ഒരു പരിപാടി അങ്ങ് ചെയ്യാം. ഉടനെ ഹീറോ വരുമല്ലോ, ബാക്കി പിന്നെ കാണാം. അമ്മയോട് ഞാൻ ഇപ്പൊ വരാം. ഇത് കൊള്ളാലേ. ഏയ് കൈന്ന് വിടടാ. അയ്യോ, കയ്യെ പിടിച്ച ഇത്രയും വലിയ അടിയാണെങ്കിൽ എന്തിനാ പെണ്ണിനെ ഉപദ്രവിക്കാൻ പോന്നെ? ചെറിയ പെണ്ണിനെ പിടിച്ചപ്പോ വലിയ പെണ്ണ് വന്നല്ലോ. ചേച്ചി അവക്ക്, എനിക്കല്ല. അളിയാ, പെണ്ണുങ്ങൾ പഠിക്കുന്നു, അവന് പഠിക്കുന്നു. നോക്കി നിൽക്കാതെ അടിക്കണ.
സുരേഷ്, എന്ത് പറ്റി? മോനെ. അയ്യോ. അവൾക്ക് വേണ്ടിയാണ് ഈ കാണിച്ചതൊക്കെ. എന്താന്ന് പോലും ചോദിക്കാതെ പോന്നു. മാമോനെ. അവൾക്ക് വേണ്ടിയാണ് ഈ കാണിച്ചതൊക്കെ. എന്താന്ന് പോലും ചോദിക്കാതെ പോന്നു.